അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വ ആലി കുല്ലിൻ വസ്വഹാബതി അജ്മഈൻ. അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി വബിദാലിക ഫല്യഫ്റഹൂ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് വിശുദ്ധമായ റബീഉൽ അവ്വൽ വരുമ്പോൾ മുഅ്മിനീങ്ങളായ എല്ലാവരും സന്തോഷിക്കുന്ന ഒരു സമയമാണ്. കാരണം എന്തെന്ന് പറഞ്ഞാൽ, ലോകത്തിനിക്ക് തന്നെ അനുഗ്രഹമായിട്ട് വന്ന നേതാവാണല്ലോ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ആ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ടുള്ള റബീഉൽ അവ്വലിനിക്ക് വലിയ മഹത്വം ലോകം തന്നെ കൽപ്പിക്കുകയാണ്. കാരണം എന്ത്? ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ ലോകത്തേക്ക് അയക്കുമായിരുന്നില്ല എങ്കിൽ ഈ ലോകം തന്നെ അള്ളാഹു പടക്കുമായിരുന്നില്ല. അതാണല്ലോ നാം പഠിച്ചത്. അതുകൊണ്ട് തന്നെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തേക്ക് സർവ്വത്തിനിക്കും അനുഗ്രഹമായിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിന്റെ സർവ്വർക്കും നബിയാണ്. അത് മനുഷ്യനിക്ക് മാത്രമല്ല, ജിന്നുകൾക്ക് മാത്രമല്ല, സർവ്വത്തിനിക്കും നബിയാണ്. അത് നബി സല്ലല്ലാഹു അങ്ങനെ പറയുമ്പോൾ ഇവിടെയുള്ള പുത്തൻവാദികൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാവർക്കും നബിയാണെങ്കിൽ കഴിഞ്ഞു പോയവർക്കും നബിയാണോ എന്ന്. അതെ, കഴിഞ്ഞു പോയവർക്കും നബിയാണ് എന്നാണ് വിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ഒമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ആലമീൻ എന്നാണ് അവിടെ പ്രയോഗിച്ചത്. സർവർക്കും നബിയാണ്. ഒരു ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി കാണാം, കുന്തു നബിയ്യം വ ആദമു ബൈനൽ മാഇ വത്തീൻ. ആദം നബി അലൈഹിസ്സലാം മണ്ണിന്റെയും വെള്ളത്തിന്റെയും ഇടയിലായിരിക്കുന്ന സമയത്ത്, കളിമണ്ണിലായിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ നബിയാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുമ്പേ നബിയാണ്. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നബിയായി നിയോഗിക്കുന്നു എന്ന് അള്ളാഹിന്റെ റസൂലിന്റെ ആ പ്രകാശം സൃഷ്ടിച്ചതിന് ശേഷമാണ് ഇവിടെയുള്ള സർവ്വത്തിനെയും സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ മഹത്വമുള്ള നേതാവാണ്. ആ നേതാവ് ഈ ലോകത്തേക്ക് വരിക എന്നുള്ളത് തന്നെ വലിയ അനുഗ്രഹമാണ്. കാരണം ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് അഭയം പ്രാപിക്കാത്ത ഒരു വസ്തുക്കളുമില്ല. അത് മനുഷ്യർക്ക് മാത്രമല്ല, ജിന്നുകൾക്ക് മാത്രമല്ല, മൃഗങ്ങൾക്ക് മാത്രമല്ല, അതല്ലെങ്കിൽ കല്ലുകൾക്കും മരങ്ങൾക്കും ജീവനിർജീവ വസ്തുക്കൾക്കും മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുഗ്രഹമാണ്. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ട്, ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഒരു കല്ല് സലാം പറഞ്ഞ ചരിത്രം നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിലൂടെ പറയുന്നതായി കാണാം, ഇന്നി ലഅരിഫു ഹജറൻ കാന യുസല്ലിമു അലയ്യ ഖബ്ല അൻ ഉബ്അസ. എന്നെ നബിയായി നിയോഗിക്കപ്പെടുന്നതിന് മുമ്പ്, നബി ആവുന്നതിന് മുമ്പ്, നബിയായി നിയോഗിക്കപ്പെടുന്നതാണ് 40 വയസ്സിൽ. ആ നബിയായി നിയോഗിക്കപ്പെടുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ ഞാൻ നടന്നുകൊണ്ട് പോകുമ്പോൾ എനിക്ക് സലാം പറയാനുള്ള കല്ലുകൾ ഉണ്ടായിരുന്നു. ആ കല്ലുകൾ എനിക്ക് നന്നായി അറിയാം. മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പൊ ഒരു കല്ലിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ, ആ കല്ല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നെങ്കിൽ, ആ കല്ലിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നെയും നിങ്ങളെയും ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട അവിടുത്തെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്ന, അവിടുത്തെ പേരിൽ മദ്ഹുകൾ പാടുന്ന, അവിടുത്തെ പേരിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന, ഖുർആൻ ഓതുന്ന, സ്വതക്കകൾ ചെയ്യുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന അനുഗ്രഹം വന്നതിന്റെ പേരിൽ സന്തോഷിക്കുന്ന നമ്മളെ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറന്നു പോവുകയില്ല. അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധമായ റബീഉൽ അവ്വൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക, ധാരാളം സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. ആ നബി തങ്ങളുടെ പേരിൽ ധാരാളം നല്ല കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മളെ നന്നായി അരിഫു എന്ന് പറഞ്ഞ അതുപോലെ, ആ കല്ലിനെ അറിയാമെന്ന് പറഞ്ഞതുപോലെ നമ്മെക്കുറിച്ചും അള്ളാഹിന്റെ ഹബീബ് അരിഫു എന്ന് പറഞ്ഞു പോയാൽ നാളെ നമുക്ക് രക്ഷപ്പെടാൻ അത് മാത്രം മതി. അതുകൊണ്ട് തന്നെ നാം ഓരോരുത്തരും ആ വിഷയത്തിൽ പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുമായി ബന്ധപ്പെട്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സലാത്തുമായി ബന്ധപ്പെട്ട്, ആ നബി തങ്ങളുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ കാര്യങ്ങളിലും നാം സജീവമായി ഇടപെടുകയും അതിൽ പൂർണ്ണമായി സഹകരിക്കുകയും അതിനോട് എല്ലാ നിലക്കുള്ള കൂറ് പുലർത്തി നമ്മുടെ ആഖിറം രക്ഷപ്പെടാനുള്ളതായ ശ്രമം നടത്തണമെന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് തുടർന്ന ദിവസങ്ങളിൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.